മലയാളം ബിഗ് ബോസ് സീസൺ 7 അടുത്തൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നോ രക്ഷയില്ല. ലാലേട്ടൻ ഇവിടെ പൊളിച്ച് തകർത്തുണ്ട്. ഷാനവാസിനെതിരാണ് ലാലേട്ടൻ ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് അന്ന് ചെയ്തൊരു ടാസ്കും അതുപോലെ തന്നെ ആര്യനെ മേലെ തള്ളിയതൊക്കെയാണ് കേസ് വരുന്നത്. ലാലേട്ടൻ ഈ ഒരു സീസൺ തൂക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇത്രയും ഫയർ ചെയ്തിട്ട് ഇത്രയും പോലെ സംസാരിക്കുന്ന ഒരു ലാലേട്ടൻ നമ്മൾ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. ഷാനവാസിനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഷാനവാസിന്റെ പെങ്ങളൂട്ടി കളിക്കലും അതുപോലെ തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ അതൊരു കൊളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി പോലെ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ലാലേട്ടനും ചൂണ്ടിക്കാണിക്കുന്നത്. അനീഷിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോ നമ്മളിപ്പോൾ കണ്ടതേ അല്ലേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അടുത്ത് ഷാനവാസിന്റെ ഒരു പ്രൊമോ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാതെ കൊളാക്കിയതിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നത് വെച്ചാൽ അമ്മേനെ വിളിച്ചു എന്ന് തോന്നി എന്നല്ല പറയുന്നത്, കേട്ടിട്ടൊന്നുമില്ലല്ലോ എന്നാണ് ലാലേട്ടൻ ഇവിടെ ചോദിക്കുന്നത്. ആര്യനെ പിടിച്ച് തള്ളിയതും നല്ല ദേഷ്യത്തിലാണ് ലാലേട്ടൻ ഇപ്പം നമ്മൾ ഈ പ്രൊമോയിൽ കണ്ടത്. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ അനുമോളെ വിളിച്ചെന്തോ പറയാൻ നിൽക്കുകയാണ്. അപ്പം ആ സമയത്താണ് അവർ ആകെ ബഹളം. ലാലേട്ടൻ ഇവിടെ അടുത്ത് ദേഷ്യത്തിൽ പറയുന്നത്, ഞാനിവിടെ സംസാരിക്കും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാവുന്ന ലെവലിലാണ് ലാലേട്ടൻ ദേഷ്യത്തിൽ പറയുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല ഈ ഒരു പ്രൊമോ കണ്ടിട്ട്. ഇനി പ്രൊമോയിലുള്ള പോലെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു ഇത് കണ്ടിട്ട് പ്രൊമോയിലുള്ളത് പോലെ തന്നെ ആയിരിക്കാം. കാരണം ഇത്രയും ദേഷ്യത്തിൽ നമ്മൾ ലാലേട്ടൻ ഇത്രയും ഇതിൽ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രാവശ്യം എങ്ങാനോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ലാലേട്ടൻ ഇത്രയും ഫയർ ചെയ്തിട്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും ഷാനവാസ് ആകെ ഒരു ഉത്തരം പറയാൻ പറ്റാതെ ലാലേട്ടൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് നമുക്ക് ആ പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ദിവസത്തെ എപ്പിസോഡ് എന്തായാലും പൊളിക്കാനുള്ള നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. എല്ലാവരുടെ ഗെയിമും മാറ്റിമറിക്കാനുള്ള നല്ല ചാൻസ്. പിന്നെ ഓൾറെഡി ഇവർ കുറച്ചുകൂടി സീരിയസ് അല്ല ഗെയിമിനെ പറ്റിയിട്ട്. ഈ ഒരു സീസണിൽ ഒരു നല്ലൊരു ഗെയിമറെ നമുക്കധികം കാണാനായിട്ട് സാധിച്ചിട്ടില്ല മുന്നത്തെ സീസണിൽ കമ്പയർ ചെയ്യുമ്പോൾ. അതൊക്കെയാണ് സാബു മോൻ അന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനിവിടെ ഗെയിം കുറച്ചുകൂടി സീരിയസ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും അവർക്ക് അത്ര സീരിയസ്നെസ് ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടും പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം.